ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വളരെ ടേസ്റ്റി ആയ ഒരു കൊഞ്ചൻ കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. നമുക്ക് വീഡിയോ തന്നെ ഫസ്റ്റ് കിടക്കാം. 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഉള്ളിയാണ്, ചെറിയൊരു ഉള്ളിയാണ് എടുത്തത്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചട്ടി ചൂടാക്കാൻ വേണ്ടി വെക്കാം. ചട്ടിയിലാണ് കേട്ടോ കറിയാക്കുന്നത്. ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് മീൻ കറിക്കൊക്കെ വെളിച്ചെണ്ണയാണ് ബെസ്റ്റ്. കുറച്ച് ടേസ്റ്റ് കൂടാനൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത്, ഹെൽത്തിനും നല്ലതാണ്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയാണ് കേട്ടോ അതിട്ടത്. ഇനി അടുത്ത് നമുക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു ഉള്ളിയാണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ബാക്കിയുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെക്കാം. ഒന്ന് വാടി സെറ്റാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കാം. എന്നിട്ട് ആദ്യം അടച്ച് വെക്കാം. പിന്നെ ആദ്യം ഓപ്പൺ ചെയ്തിട്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ മുയിപ്പിനനുസരിച്ചിട്ട് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് അധികം വെള്ളം കൂട്ടാത്തതാണ് നല്ലത്. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 5 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമ്മളിവിടുന്ന് പൊടിപ്പിക്കുന്ന മുളക് പൊടിയാണ്. സാദാ മുളകും പിരികമുളകും നമ്മൾ വാങ്ങിച്ചിട്ട് കഴുകിയിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുന്ന മുളക് പൊടിയാണ്. അധികം എരിവ് കുറവാണിത്, കളറാണ് കൂടുതൽ ഉണ്ടാകുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇതൊന്ന് പതച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നല്ലപോലെ വെള്ളം പതച്ച് വന്നിട്ടുണ്ട്. നമ്മൾ മുളക് പൊടി എല്ലാം നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് കൊഞ്ചനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൊഞ്ചൻ ഇട്ടിട്ട് പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 2 പതക്കൽ മതി. നമ്മളെ കൊഞ്ചൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയ ഒരു കറിയാണിത്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിൾ റെസിപ്പിയും കൂടിയാണ്. നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മളെ കറിയുടെ സെറ്റായിട്ടുണ്ട്. കുറച്ചൊന്ന് വേണമെങ്കിൽ നമുക്ക് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ, നമ്മൾ കറിയുടെ സെറ്റായി. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.